കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിനടുത്തുള്ള അതിപ്രശസ്തമായ ആരാധനാലയമാണ് മടിയൻ കൂലോം ക്ഷേത്രം. ക്ഷേത്രപാലകൻ മടിപിടിച്ചിരുന്നതുകൊണ്ട് മടിയൻ ക്ഷേത്രമെന്ന് പേര് വന്നു എന്നാണ് ഐതിഹ്യം. നൂറ്റാണ്ടുകൾ പഴക്കം കണക്കാക്കുന്ന ദാരുശില്പങ്ങൾ ക്ഷേത്രത്തിന്റെ പൗരാണിക പ്രൗഢി പറഞ്ഞു തരും. കാണാം മടിയൻ കൂലോം ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ ഇന്ന് ദൈവമേ കൈതൊഴാമേ. ചരിത്രവും ഐതിഹ്യവും വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത തരത്തിൽ ഇഴപിരിഞ്ഞു കിടക്കുന്ന ഒരു ഭൂതകാല പശ്ചാത്തലമാണ് കാഞ്ഞങ്ങാടിനടുത്തുള്ള മടിയൻകുലോം ക്ഷേത്ര പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ കെട്ടുകഥകളെന്ന് പറഞ്ഞു തള്ളിക്കളയാവുന്ന ഒരു ഐതിഹ്യവും മടിയൻകുലോമിനില്ല. പകരം ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന പുരാവർത്തങ്ങൾ തന്നെയാണ് അവയെല്ലാം. യുദ്ധം നയിച്ച് വടക്കോട്ടെഴുന്നള്ളിയ കാളരാത്രിയമ്മ ക്ഷേത്രപാലകനോട് ചിത്താരിപ്പുഴ കടന്ന് വടക്കോട്ട് പോകാൻ പറഞ്ഞെങ്കിലും ക്ഷേത്രപാലകൻ പോകാതെ മടി പിടിച്ചിരുന്നു. ഇത് കണ്ട് കാളരാത്രിയമ്മ ക്ഷേത്രപാലകനെ മടിയനെന്ന് വിളിച്ചു. അപ്രകാരം ഈ പ്രദേശത്തിനും മടിയനെന്ന് പേരുകിട്ടിയെന്നാണ് ഐതിഹ്യം. കേരള ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അനേകം ദാരുശില്പങ്ങൾ കാണാം. പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ മുകൾ തട്ടിലും തെക്കിനി മണ്ഡപത്തിലും കിഴക്കുവശത്തെ കുളത്തിൻ്റെ മണ്ഡപത്തിലുമായാണ് ഈ ദാരുശില്പങ്ങളെല്ലാം കാണപ്പെടുന്നത്. തെക്കിനി മണ്ഡപത്തിൽ ദക്ഷയാഗം, സീതാസ്വയംവരം, രാമലക്ഷ്മണന്മാരുടെ വനയാത്ര എന്നിങ്ങനെയുള്ള കൊത്തുപണികളാണുള്ളത്. കൂടാതെ മണ്ഡപത്തിന് ചുമരിൽ നരസിംഹാവതാരത്തിൻ്റെ ഒരു ചുമർചിത്രവുമുണ്ട്. ഇവിടുത്തെ കരിങ്കൽ തൂണുകളിലും കാണാം ശില്പവേലകൾ. പടിഞ്ഞാറേ ഗോപുരത്തിൽ പാലാഴിമഥനം, കാളിയമർദ്ദനം, അനന്തശയനം തുടങ്ങിയവ ചിത്രീകരിച്ചിരിക്കുന്നു. ഉത്തരമലബാറിലെ ഏറ്റവും മഹക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തികൾ മടിയൻ കാളരാത്രിയമ്മ, മടിയൻ ക്ഷേത്രപാലകൻ, നടയിൽ ഭഗവതി, അതുപോലെ വൈരജാതൻ എന്നീ മൂർത്തികളാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തികൾ. ഇവിടെ ഉള്ള കൊത്തുപണികൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ആ ഒരു പഴക്കവും അതുപോലെ തന്നെ അതിൻ്റെ ആ മഹിമയും. ഇവിടെ പ്രധാനമായിട്ടുള്ളത് കൊത്തുപണികളിൽ ഒന്ന് രാമായണത്തിലെ സീതാസ്വയംവരം, അതുപോലെ നമ്മുടെ പാലാഴിമഥനം, ദക്ഷയാഗം, അതുപോലെ കൊളക്കടവിലുള്ള ഈ കൊത്തുപണികൾ പഴയ കാലത്ത് ഈ നമ്മുടെ ഒരു കല്യാണം കഴിയുന്നത് മുതൽ ഒരു കുട്ടി ജനിക്കുന്നത് വരെയുള്ള കൊത്തുപണികളിലൂടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ തന്നെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉണ്ടാവൂ. അത് നിലനിർത്തേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. കാളരാത്രിയമ്മക്ക് ആദ്യകാല പൂജ, ബ്രാഹ്മണ പൂജ, മണിയാണി, ഈ യാദവ് എന്ന് പറയുന്നത് യാദവ് കൊണ്ട് മണിയാണി സമുദായക്കാരേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കാലങ്ങൾ കുറേ കഴിഞ്ഞ ശേഷം ക്ഷേത്രപാലൻ്റെ വരവോടുകൂടി ബ്രാഹ്മൺ, മറ്റ് ഈ നായന്മാർ ഇതിൻ്റെ ആധിപത്യം ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു. ട്രസ്റ്റി അപ്പോൾ ഉച്ചപൂജ, ബ്രാഹ്മണ പൂജയും രാവിലത്തെയും വൈകുന്നേരത്തെ പൂജ അബ്രാഹ്മണ പൂജ ഞങ്ങൾ കഴിക്കുന്നത്. പഴയകാലത്ത് ചെമ്പൈ, വൈദ്യനാഥ ഭാഗവതരടക്കം വന്ന് പാട്ടുകച്ചേരികൾ നടത്തിയ ദാരുശില്പങ്ങൾ നിറഞ്ഞ പാട്ടുപുരയും ക്ഷേത്രത്തോട് ചേർന്നാണ്. കാസർഗോഡ് ജില്ലയിലെ അജാനൂർ പഞ്ചായത്തിലാണ് മടിയൻകുലോം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാഞ്ഞങ്ങാട്ട് നിന്നും 5 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. ബ്രാഹ്മണർക്കും അബ്രാഹ്മണർക്കും പൂജ ചെയ്യാൻ അവകാശമുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രം. ആത്മീയത എന്നത് ചരിത്രശേഷിപ്പുകളെ ചേർത്ത് നിർത്തുക എന്നതുകൂടി അർത്ഥമാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മടിയൻകുലോം ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ദാരുശില്പങ്ങളെ കൂടി സംരക്ഷിക്കേണ്ടതുണ്ട്. മടിയൻകുലോം ക്ഷേത്രത്തിൽ നിന്നും ക്യാമറമാൻ ഇന്ദ്രജിത്ത് അമ്പാടിക്കൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.